എന്താ വളരെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? പ്രേമേട്ടനിപ്പം എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ലാണ്ടായില്ലേ? ഞാൻ എന്ത് തെറ്റിയതിട്ടാ ഈ ഒഴിഞ്ഞുമാറ്റം? വളച്ചിട്ടില്ല, കാര്യം പറ. എനിക്ക് അല്പം തിരക്കുണ്ട്. വീട്ടിൽ എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചോണ്ടിരിക്കുക. അത് നല്ല കാര്യമല്ലേ? കഴിച്ചോ കഴിച്ചോ. പ്രേമേട്ടൻ അത് പറയാം. മറ്റൊരാളെ ഭർത്താവായി സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പ്രേമേട്ടൻ അറിഞ്ഞൂടെ? ഓ തുടങ്ങി. എടി മോളെ, ഇന്നത്തെ ലോകം വളരെ ഫാസ്റ്റാ. കമ്പ്യൂട്ടർ പോലും പഴഞ്ചനായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാടോടുമ്പോ നടുവേ ഓടില്ലെങ്കിൽ കാലിടത് വീണു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഇതൊക്കെയാ നിന്റെ കുഴപ്പം. എന്നെയും എന്റെ ടേസ്റ്റുകളെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ല. ഡെസ്റ്റിമോണയുടെ തിളങ്ങുന്ന കണ്ണുകളും ക്ലിയോപാട്രയുടെ ശരീരഘടനയും മൊണിക്ക ലെവൻസ്കിയുടെ ശബ്ദമാധുര്യമുള്ള ഒരു പെണ്ണാണ് എന്റെ സങ്കല്പത്തിലെ ഭാര്യ. അല്ല നിന്നെ പോലെ തലയിൽ എണ്ണയും തേച്ച് ഹാഫ് സാരി കൊടുത്ത് സെൽപ്പർ ചെരുപ്പൂട്ട് നടക്കുന്ന ഒരു നാടൻ പെണ്ണിനെ അല്ല. ആ എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ഇനി എപ്പോഴാ കാണാ? കാണണ്ട. അപ്പൊ പ്രേമൻ ഈ പ്രേമം അവസാനിപ്പിക്കാൻ കാരണം സുകേഷിന് മോഡേൺ അല്ല എന്ന ഒറ്റ പ്രശ്നം കൊണ്ടാണല്ലേ? എന്നാ പിന്നെ ഒരു ഒറ്റ മാർഗേ ഉള്ളൂ. പ്രേമൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു പടി മോഡേൺ ആകുക നമ്മുടെ സുകേഷിന് ചേച്ചി. അയ്യോ ഇത് നല്ല ഐഡിയ. എന്തിനാ ഒരു പടി ടാക്സ് കൊടുക്കണ്ടല്ലോ, ഒരു 4-5 പടി ആയിക്കോട്ടെ. ഞാൻ അറിയാത്ത പുതിയൊരു പെണ്ണ് ഈ സിറ്റിയിലോ? അപ്പൊ പൊരുത്തിട്ടേ ഉള്ളു കാര്യം. അയാൾ പുറകെ വരുന്നുണ്ട്. ആര്? പ്രേമേട്ടൻ. എന്നെ മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നേ. താനകത്തേക്കല്ലേ, ഞാൻ നോക്കാം. ഗുഡ് മോർണിംഗ് സാർ. എന്താടോ? സാർ എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചെടുക്കണം സാർ. ഞാൻ എന്റെ പഴയ സ്വഭാവം എല്ലാം മാറ്റി ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ ഉടനെ ഒന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ അടുത്ത ബോർഡ് മീറ്റിംഗിൽ സംസാരിച്ചു നോക്കാം. ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. അത് മതി സാർ. പക്ഷെ ബാക്കിയുള്ളവരോട് എന്നെ കുറിച്ചുള്ള അഭിപ്രായം മാത്രം ചോദിക്കരുത് സാർ. ശരി താൻ പോയിക്കോ. ശരി സാർ. സാർ ചോദിക്കുന്നുണ്ട്, മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ ഇങ്ങോട്ട് കേറിപ്പോയ പെൺകുട്ടി ആരാണ് സാർ? അതെന്റെ പെങ്ങളുടെ മോളാ, കീർത്തി മേനോൻ. കീർത്തി പ്രേമാനന്ദൻ. എന്താ പറഞ്ഞ? ഏയ് ഒന്നുമില്ല സാർ. ഹലോ. ഹലോ. കീർത്തി, ഇത് പ്രേമാനന്ദൻ. എന്റെ ഓഫീസിലെ സ്റ്റാഫ് ആയിരുന്നു. ആയിരുന്നു എന്നല്ല, ആണെന്ന് പറയണം സാർ. ഇപ്പോഴും ആണ്. അങ്കിൾ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ബൈ. ബൈ സാർ. ഞാൻ പോട്ടെ സാർ. നിൽക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ സാർ? നമ്മുടെ ഈ കുക്കിംഗ് ഗ്യാസ് 40 രൂപയെന്ന് 20 രൂപ ആക്കിയതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല സാർ. ഞാൻ പോട്ടെ സാർ. അല്ല നിക്ക്, നമ്മുടെ ഈ എഴുത്തുകാരി അരുന്ധതി റോയിയെ ഒരു ദിവസം മാത്രം അകത്തിട്ടതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു ദിവസം മാത്രം അകത്തിട്ടതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ അരുന്ധതി ചോദിച്ചിട്ട് പറയാം സാർ. ഞാൻ പോണു സാർ. വട്ടായിപ്പോയി. വരുന്നുണ്ട്. വേഗം കീർത്തി, അവൻ കണ്ടെന്നാ തോന്നുന്നേ. വേഗം വേഗം വേഗം. പ്രേമിയുടെ നമ്മുടെ പുറകെ വരുന്നുണ്ട്. അവനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചേ. അവന്റെ മുഖത്ത് പ്രേമ പാരവശ്യം ഉണ്ടോ? ഉണ്ട്. അവന്റെ മുഖത്ത് വികാര വിക്ഷുബ്ധത ഉണ്ടോ? ഉണ്ട്.
അപ്പൊ നമ്മുടെ പ്ലാനിങ്ങിന്റെ 1-ാം ഘട്ടം ഓക്കെ. ഇനി പ്ലാനിങ്ങിന്റെ അടുത്ത ഘട്ടത്തിന്റെ വിജയം നിന്റെ കാലിലായിരിക്കുന്നത്. എന്റെ കാലിൽ? അതേടാ, എന്ത്? ഒരു സഡൻ ഓപ്പറേഷൻ. ആ ഞാൻ ഏറ്റു. നല്ലൊരു കൊമ്പായിരുന്നു. ഓടിച്ചല്ലോ. എവിടെ നോക്കിയാടാ നീ വണ്ടി ഓടിക്കുന്നത്? സോറി, ഞാൻ ഈ കുട്ടിയെ നോക്കി ഇങ്ങനെ വണ്ടി ഓടിക്കാൻ സാമാന്യ മര്യാദയ്ക്ക് ബ്രേക്ക് ഔട്ട് നമ്മൾ പറഞ്ഞൂടെ? പിന്നെ നാട്ടുകാരത്ത് പറഞ്ഞിട്ടില്ല ആൾക്കാർ കയറിയിടുന്ന ബ്രേക്ക് ഔട്ട് നോക്കെ. അത് ശരിയാ. കീർത്തിക്ക് വല്ലതും പറ്റിയോ? ഏയ് ഇല്ല. അത് മതി, അത് മതി. ഞങ്ങളെ ഇന്ന് വല്ലതും പറ്റുന്നതിന് മുമ്പ് മോമ്പോ വാടാ. ഞാൻ പോട്ടെ. ഓ യാത്രയൊക്കെ പറഞ്ഞോലെ തന്നെ പോ. പോടാ, അടുത്ത കൊമ്പ് ഓടിക്കാൻ നോക്ക്. പോടാ. ഹലോ ഹലോ, കീർത്തിയല്ലേ? ഏത് കീർത്തി? ആ അതെ അതെ അതെ, കീർത്തി മേനോൻ ഹിയർ. ഹു ആർ യു? ഞാൻ പ്രേമാനന്ദൻ. ഇന്നലെ കാറിന്റെ പിന്നിലിടിച്ച സത്യവാസാന്റെ കമ്പനി വർക്ക് ചെയ്യുന്ന. ഓ ഇപ്പൊ മനസ്സിലായിട്ടോ. എന്തിനാ വിളിച്ചേ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അത് നേരിട്ട് പറയാം. ഞാൻ പുറത്തുണ്ട്, ഒന്ന് വരാമോ? ഹലോ, ഒരു കാര്യമുണ്ട്. കേൾക്കുന്നില്ല. ഇറങ്ങി വരാം. കല്ലിൽ. വാച്ച്മാൻ, പിടിക്കണം അവരെ. യെസ് സാർ. ആരാണ്? സത്യവാസാന്റെ തലയെ കല്ലെറിഞ്ഞവനെ പിടിക്കാനല്ലേ ഓടുന്നത്? അതെ, എന്താ? ഞാൻ പിടിച്ചു കൊടുത്തു. ഇപ്പൊ പിടിച്ചു കൊടുത്തു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. എടാ മണ്ട, നിനക്ക് സമയത്ര ഭവാനെ. നീ വീണ്ടും വന്നു? വരാൻ നിവൃത്തിയില്ല സാർ. നിനക്ക് നാണോ ഇല്ലേ? സാറിനെ പോലെ ഒരു വലിയ മനുഷ്യന്റെ മുമ്പിൽ ഇത്തിരി നാണം കിടന്ന ഒരു അന്തസ്സല്ലേ സാർ? ഹരി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്നാണ്. എടാ ഫോറിനാണ്, 1500 രൂപ. പറ്റില്ല, നീ കൊണ്ട് പോകാൻ നോക്കി. സാർ, എന്റെ ആത്മാവിന് ഗതി കിട്ടാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ സ്വീകരിക്കണം. എല്ലാത്തിനും മാപ്പാക്കണം സത്യവാൻ സാറേ, പ്ലീസ്. സത്യവാനെ, ഞാൻ ആലോചിക്കായിരുന്നു, ഏജ് ഓവറായിട്ടും എന്താടാ കോപ്പ നീ ഒരു കല്യാണം കഴിക്കാത്തത്? അല്ല സാർ, എന്താ ഒരു കല്യാണം കഴിക്കാത്തതെന്നു? അത് കശുവണ്ടി മിക്സറും കൂടി കഴിച്ചിട്ട് ഇനി ഒരു കല്യാണം കൂടെ കഴിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോഴില്ല. സാർ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലെ പിന്നെ ദുഃഖിക്കും. നീ കൂടുതൽ ദുഃഖിക്കണ്ട, ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു. കേക്കുമ്പോ ഞെട്ടരുത്, ഞാനും ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. കൺഗ്രാചുലേഷൻസ്. ഏതാടാ പെണ്ണ്? കീർത്തി മേനോൻ. ആളേത് തരക്കാരിയാണല്ലോ നീ കെട്ടുവോ? അവളേത് തറക്കാരിയാണെങ്കിലും ഞാൻ അവളെ കെട്ടും. ഉറപ്പ്? ഉറപ്പ്. എങ്കിൽ സാറിന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്യും. സത്യവാൻ സാറാണ് സത്യം. ഞാൻ വാക്ക് പറയോ അവളെ ചതിക്കുകയോ ചെയ്താൽ സാറിന്റെ തല 8ആയി പൊട്ടിത്തെറിക്കട്ടെ. എന്താ സാർ, ഇതെന്താ സാർ? സാറിന്റെ നല്ലൊരു മഴ. ഏതോ തന്തയില്ലാത്ത തെണ്ടി കല്ലെടുത്തെറിഞ്ഞതാടാ, പക്ഷെ അവൻ ഓടിക്കളഞ്ഞു. റിയലി സോറി. എങ്കിൽ ഈ കല്യാണം ഫിക്സ്. ഓക്കെ. സുഖേഷിന്റെ വീടല്ലേ ഇത്? എന്റെ അപ്പോ ഒളിച്ചിരിക്ക, നാണം കൊണ്ടായിരിക്കും. ഇറങ്ങി വാ. പയ്യെന്നൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് പെണ്ണ് കെട്ടിയേ പറ്റൂ.
അല്ല നമ്മളെന്താ ഇവിടെ? ഇതാണ് സുനന്ദിനി പിള്ളയുടെ വീട്. ആ. അതായത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്. ഓ. ഞാൻ പറഞ്ഞില്ലേ അവളുടെ ചേച്ചി സീമന്തിരി പിള്ളയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവളുടെ ഏറ്റവും വലിയ അനിയത്തിയാണ് ഞാൻ കല്യാണം നീ കഴിക്കാനായി. മിണ്ടായിരടാ. കീർത്തിയുടെ അച്ഛനും അമ്മയും വിദേശത്തായതുകൊണ്ട് ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെല്ലാം നോക്കുന്ന സീമന്തിരിയുടെ അച്ഛനാ. ആ. കീർത്തി അകത്തുണ്ട്. നീ വാ. വാ, വാ, വാ. എന്തായാലും ഞാൻ വരുന്നില്ല. അതെന്താ? അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ പെണ്ണില്ലേ സുഖേശിനി, ആ. അവക്ക് എന്നോടൊരു പ്രേമം. അവൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടക്കുക. അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. വേണ്ട. അഥവാ സുകേഷിനെ എന്തെങ്കിലും പറഞ്ഞാൽ ആ. നീ കീർത്തിയുമായി നേരത്തെ പ്രേമത്തിലാണെന്ന് പറഞ്ഞാൽ മതി. Correct. അങ്ങോട്ട് കൊടുക്കുമോളെ. പ്രേമ നാണിക്കാതെ തല ഉയർത്തി നോക്കിയത് പെണ്ണെത്തി. ഇനി വേണമെങ്കിൽ പെണ്ണും ചെറുക്കനും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് സംസാരിച്ചോട്ടെ. ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് വട്ടമുള്ളവരല്ലേ? ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കട്ടെ അല്ലേ? അവർ സംസാരിക്കുന്ന കാര്യമല്ലേ സീമന്തിരി ഉദ്ദേശിച്ചത് അല്ലേ? ഞങ്ങൾ കുടുംബക്കാരി സംസാരിക്കുന്നതിനിടയിൽ നീ മിണ്ടണ്ട ഇല്ലടാ. അതെ. നീ പോയി സംസാരിക്ക് പ്രേമ. ചെല്ല്. ഒന്ന് ചെല്ലടാ. എന്നാ പിന്നെ ഞാൻ അകത്തോട്ട്. ആ സുദീർഘ സുമംഗലി ഭവ. പോയിട്ട് വാ. സത്യത്തിൽ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും ഞാൻ ഭാഗ്യവാനാണ്. എന്റെ സങ്കല്പം പോലെ സുന്ദരിയും മോഡേണുമായ ഒരു പെൺകുട്ടിയെ തന്നെ എനിക്ക് കിട്ടി. പ്രേമേട്ടൻ ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല ഇല്ല. കള്ളം പറയരുത്. എനിക്കറിയാം ഇവിടുത്തെ സുകേഷിനെ പ്രേമേട്ടന് ഇഷ്ടായിരുന്നില്ലേ? അയ്യേ ഇതൊക്കെ ആര് പറഞ്ഞു? ആ പെണ്ണ് കുറെ കാലം എന്റെ പുറകെ നടന്ന ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒരു കൾച്ചറില്ലാത്ത നാടൻ പെണ്ണെ, യൂസ്ലെസ്. അപ്പോ എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. സത്യാണോ? സത്യം. ഇനി മാറില്ലല്ലോ? ഒരിക്കലുമില്ല. എന്നാലേ ഞാൻ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പഴയ സുകേഷിനെ. ആ, അങ്ങനെ സുകേഷിനൂടെ കല്യാണവും തീരുമാനമായി. ഭാഷിത ഉണ്ടാകും സുയിസാൻ. അതെന്തു സാധനമാണ്? അല്ല, സന്തോഷമായില്ലേന്നാ ചോദിച്ചത്. കൊറിയൻ ഭാഷ എനിക്ക് കൊറിയ അറിയാം. അയ്യേ.